ആദ്യമായി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. മലയാളികൾക്ക് യാതൊരു ഇൻട്രഡക്ഷനും ആവശ്യമില്ലാത്ത രണ്ട് പേര് ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ഒന്ന് ശ്രീ ശ്രീനിവാസൻ, പിന്നെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഏട്ടൻ. ശ്രീനേട്ടൻ ആദ്യമായിട്ടല്ലേ ഒരു നിർമ്മാതാവിൻ്റെ കുപ്പായാണ് ഇന്ന്. എന്ത് തോന്നുന്നു കാശ് മുടക്കാൻ തുടങ്ങുമ്പോൾ? അതെ, പിന്നെ സുഖമുള്ള ജോലിയാണോ? അല്ല, അത് പിന്നെ ഞാനങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ചിട്ട് ആലോചനകളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ ഇതിൻ്റെ യൂണിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എത്ര പൈസയ്ക്കാണ് ഇതിന് വേണ്ടി വരിക എന്നൊക്കെയുള്ള ചില അന്വേഷണങ്ങൾ നടത്തുകയും അത് നമ്മുടെ പരിചിത വലയത്തിലുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളും പിന്നെ അഭിനയിക്കുന്ന ആളുകളെ എല്ലാവരെയും പിന്നെ വിളിക്കേണ്ടതും പറയേണ്ടതുമായ ഉത്തരവാദിത്തം അത് ഞാൻ തിരക്കഥ എഴുതുന്ന സിനിമകളിലും ചിലപ്പോൾ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതിനകത്ത് കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്തം ആ ഘട്ടത്തിൽ ഏറ്റെടുത്തു എന്ന് പറയാം. പിന്നെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അഭിനയിക്കുന്ന ഒരാളായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് പ്രൊഫഷണൽ ആൾക്കാരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പേയ്മെന്റ് എല്ലാം ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? കറക്റ്റായിരുന്നു. അപ്പോൾ ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തിയേറ്ററിലാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, അഭിനേതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സന്തോഷമുണ്ടല്ലോ, ഹാപ്പി ആണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മളിപ്പം കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ പ്രതീക്ഷകൾ ഈ സിനിമയുടെ പുറത്താണല്ലോ. ഈ കഥ ആലോചിച്ച് ഇതൊരു സിനിമയാക്കണമെന്ന് ആലോചിച്ചത് മുതൽ ഇത് ആൾക്കാർ സ്വീകരിക്കുമോ, ഒരു പുതിയ ടീം ആവുമ്പോൾ അതൊരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ അതിനകത്തുള്ള റിസ്കുകൾ, നേരത്തെ വിജയിപ്പിച്ച ഒരു ഫോർമുലയൊന്നും ഇല്ലാത്ത പുതിയൊരു സംഗതിയാകുമ്പോൾ അതിൻ്റെ ആശങ്കകൾ ഒക്കെ കുറേ നാളുകളായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പടം റിലീസ് ചെയ്തിട്ട് ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നറിയുന്ന നേരത്തുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഈപ്പച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു കുറേ നാളുകളായിട്ട് ഇന്നസെൻ്റ് ഏട്ടനിൽ നിന്ന് വളരെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വളരെ എന്താ പറയുക ഗ്രാമീണ ചൊവ്വയുള്ള ഒരു കഥാപാത്രം കിട്ടിയത് ഇപ്പോഴാണ്. എന്താ പറയുക, ഒരു മഴവിൽ കാവടിയിലോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ഏട്ടൻ പോലെ ഫീൽ ചെയ്യും. എങ്ങനെയുണ്ട് ഈ കഥാപാത്രം? പ്രേക്ഷകരെടുത്തു അല്ല, കഥാപാത്രം എങ്ങനെയാണ് എടുത്തു? ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ഡയറക്ടർ മിസ് മോഹൻ്റെ അടുക്ക് സംസാരിച്ചു, അത് എഴുതിയ ആളോട് സംസാരിച്ചു. അപ്പോൾ ഇയാളെന്തായാലും നല്ല ബുദ്ധിയുള്ള ആളാണെന്നാണ് ഇയാളുടെ ധാരണ. ഈപ്പച്ചൻ്റെ പിന്നെ ഇയാൾക്ക് ആകെ അറിയാവുന്നത് ഈ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് വാങ്ങാൻ മാത്രമേ ഇയാൾക്ക് അറിയുള്ളൂ. പക്ഷെ ഇയാളുടെ മുഖത്ത് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധിശൂന്യത, അത് ആ കഥാപാത്രം തുടങ്ങുന്ന അപ്പം തൊട്ട് അവസാനം കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരും ഏകദേശം അങ്ങനെ തന്നെയാണ് ആൾക്കാർ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു മണ്ടൻ്റെ ചായ അധികം ഉണ്ടാക്കേണ്ട ശ്രമം ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. നാച്ചുറലായിട്ട് കുറച്ചുണ്ട് വേറെ. അല്ല, അത് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് പണം ഇടപാട് നടത്തുന്ന ആളുകൾ അതിങ്ങനെ ഇരട്ടിപ്പിക്കാനും വേറെ ഇരട്ടികളാക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നു ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിഷയങ്ങളിൽ അവർ വളരെ വീക്കായിരിക്കും. അതെ, മറ്റു കാര്യങ്ങൾ അത് പണം എന്ന് പറയുന്നൊരു വല്ലാത്ത സാധനമാണല്ലോ. അത് കൊടുക്കുന്ന പൈസ തിരിച്ചു കിട്ടുമോ, അത് കൊടുക്കുന്ന ആളെടുത്ത് ഇത് എങ്ങനെയൊക്കെ തിരിച്ച് വാങ്ങിക്കാനുള്ള പണികൾ എന്തൊക്കെ ചെയ്യണം, ആ മേഖലയിൽ അവർ മിടുക്കന്മാരായിരിക്കും. അദ്ദേഹം പറയുന്നുണ്ട് MGR പണ്ട് ഒരാളെ സിനിമ എടുക്കാൻ പറഞ്ഞു, പുള്ളി സിനിമ എടുത്തു, അതുകൊണ്ട് നമുക്ക് ഈ അശോക് രാജിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സിനിമയൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് അത്രയും ഇല്ല എന്നാണ് അറിവ്. എന്നാലും ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ ഓരോ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക, അവർക്ക് ഫുഡ് കൊടുക്കുക, അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, അതൊക്കെ ഒരു ആരാധനയാണ്. അത് നമ്മൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ അതിനുള്ള പല സൂത്രവഴികൾ ഇവർ ഉപയോഗിക്കും ഈ ഹീറോനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടും. പിന്നെ അങ്ങനെ വളഞ്ഞ് ഇയാൾക്ക് ഇന്നതാണ് വീക്ക്നെസ്, എന്നാൽ പിന്നെ അത് കൊണ്ടുകൊടുക്കാം, ഇത് കൊണ്ടുകൊടുക്കാം. അപ്പം അങ്ങനെ ഒരാൾ തന്നെയാണ് ഞാനും. ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, അയാൾക്ക് സ്കോച്ച് പണി എത്ര മണി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് അയാളുടെ അടുത്ത്. ഒരു മാസം മുഴുവൻ പുഴമീൻ പിടിച്ചു കൊടുക്കാം. അതെ, പിന്നെ ഈ മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മൾ ചില ആൾക്കാരൊക്കെ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നുണ പറയേണ്ടതായിട്ട് വരും. കാരണം ഞാൻ ആ നാട്ടിലെ പണക്കാരനാണ്. ആ പണക്കാരൻ വിചാരിച്ചിട്ടും കൂടി കണ്ടില്ല എന്ന് പറയുന്നത് നാണക്കേട് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ഞാനായിട്ട് സംസാരിച്ചു, അയാൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് വിശേഷങ്ങൾ. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരം നമ്മുടെ ജീവിതത്തിലും കേൾക്കുന്ന കാര്യങ്ങൾ. മാത്രം മതി. ജീവിതത്തിൽ നിന്ന് കുറേ കഥാപാത്രങ്ങൾ ഈ സിനിമയിലേക്ക് എടുത്തിടുന്ന സിനിമ കണ്ട ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ
പുതിയ ആൾക്കാരെ പോലും കാണാൻ പറ്റി പടത്തിൽ. അത് എത്രത്തോളം അല്ല, അഭിനയിച്ച ആൾക്കാരാണോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ കാര്യം ഞാൻ പറയാം. കഥാപാത്രങ്ങളുടെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഒരു ഗുസ്തിക്കാരനെ നമുക്ക് സൃഷ്ടിക്കാം, അല്ലെങ്കിൽ ഒരു വെടിക്കാരൻ, അങ്ങനെ നായാട്ടിന് പോകുന്ന ഒരാളെ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ ഈ കഥ പറയാനായി ആരൊക്കെ വേണം എന്നുള്ള ആലോചനയിൽ ഇവരെയൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ മറ്റുള്ളവരൊക്കെ അവിടെയൊക്കെ ഉണ്ടാവാം, പക്ഷേ ഈ സിനിമയുടെ ഫ്രെയിമിലേക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കഥ എഫക്റ്റീവായിട്ട് പറയാൻ ആരൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ധാരാളമായി ആലോചിച്ചതിന് ശേഷം അവരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിപ്പോൾ പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യം, ഒരു ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഡയറക്ടർ അങ്ങനെ ഒരിക്കലും ഒരു പ്രേക്ഷകനും തോന്നുന്നില്ല. പലരും പറഞ്ഞു കേൾക്കുകയുണ്ടായി. ഇത് ശരിക്കും ഈ എം മോഹൻ എന്ന് പറയുന്നത് ശ്രീനേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണോ? അല്ല, സത്യൻ അന്തിക്കാടിൻ്റെ കൂടെ ധാരാളം സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിനകത്ത് ഈ സാങ്കേതികമായ കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിനകത്ത് പുതിയതും പഴയതൊന്നുമില്ല. ഇല്ല, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഒരു ഡയറക്ടറുടെ ആഗ്രഹമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ അയാളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ച് ആഗ്രഹിക്കാൻ അറിയാവുന്ന ഡയറക്ടറെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആഗ്രഹം അയാൾക്കുണ്ട്, അങ്ങനെ ഒരു കാഴ്ച അയാൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു ധാരണയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഴയത് എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ അറിവുണ്ടെങ്കിൽ പുതിയ ആളും പഴയതാളൊന്നും തോന്നുന്നില്ല. ഇതിൽ ശ്രീനേട്ടൻ്റെ കഥാപാത്രത്തെ കൊണ്ട് പറയുന്നുണ്ടല്ലോ, അശോകരാജൻ്റെ കഥാപാത്രമാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. അതായത് ഒരു സംവിധായകന് ജനങ്ങളെ എന്ത് കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എന്നൊരു തീരുമാനമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ജനങ്ങൾ എന്ത് കാണണമെന്നുള്ളതല്ല. അല്ല, ജനങ്ങൾ അതിങ്ങനെയാണ് പറയുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നതിനേക്കാൾ ഏകദേശം അതാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അയാൾ പറയുന്ന ഡയലോഗ് കോമഡി, ഇപ്പോൾ കോമഡിയാണ് ട്രെൻഡ്, ഇപ്പോൾ ട്രാജഡിയാണ് ട്രെൻഡ്, ഇപ്പോൾ ഫാമിലിയാണ് ട്രെൻഡ്. അതിലൊന്നും ഒരു കഴമ്പില്ലെന്നാണ്. അങ്ങനെ ഒരു ട്രെൻഡും ഇല്ലല്ലോ. അപ്പം ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ വെറുതെ വിചാരിക്കുകയാണ്. അതിന് പകരം ജനങ്ങൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കാൻ ഒരു സംവിധായകന് കഴിയണം. എപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതുമായ ഒരു കഥ അവർക്ക് കാണാൻ കൊടുത്താൽ ഈ സിനിമ ഉണ്ടാക്കുന്ന ആളുകളോട് അവർക്ക് പ്രത്യേകിച്ച് മതിപ്പൊന്നും തോന്നില്ല. ഇതിപ്പം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്രതീക്ഷിച്ച് വന്നതാണ്. അതിനപ്പുറത്ത് അവരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അത്ഭുതപ്പെടുത്താൻ കഴിയണം. അത്ഭുതപ്പെടുത്താന്ന് വെച്ചാൽ ഞെട്ടിത്തിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മനസ്സിലാവാതിരിക്കുക എന്ന് പറയുന്ന ഒരു സ്ക്രീൻ പ്ലേയിൽ ഒരു വിദ്യ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു കൈയടക്കം. അതെ. ഇന്നസെൻ്റ് ഏട്ടാ, മറ്റൊരു കാര്യം നമുക്ക് ഒരുമിച്ച് ചോദിക്കേണ്ടത്, ഈ സൗന്ദര്യമില്ല എന്ന് പലപ്പോഴും ശ്രീനേട്ടൻ പല ഇന്റർവ്യൂസിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ സിനിമയിലും പറയിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും സൗന്ദര്യമില്ല എന്ന് ഞാൻ സമ്മതിച്ചിട്ടേ ഇല്ല. സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അത് ഞാനുമായിട്ട് യാതൊരു ബാലനും ശ്രീനേട്ടനായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അല്ല, ഒരു പ്രേക്ഷകനും തോന്നിയിട്ടില്ല ശ്രീനേട്ടന് സൗന്ദര്യമില്ല എന്നുള്ളത്. കാരണം ഇത്രയും നല്ല ഭാഷയുള്ള ഒരാൾ, ഇത്രയും നല്ല അവബോധമുള്ള ഒരാൾ അല്ലേ, അതിലാണ് സൗന്ദര്യം. ഇന്നസെൻ്റ്, പിന്നെ നമുക്ക് ഈ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ, ഒരു സംവിധായകൻ ശ്രീനിവാസൻ, ഒരു നടൻ ശ്രീനിവാസൻ, ഇപ്പോൾ ഒരു നിർമ്മാതാവ് ശ്രീനിവാസൻ. ഇതിനപ്പുറം ശ്രീനിവാസൻ എന്തെങ്കിലും ആണോ? നിങ്ങൾ ഒരുപാട് നാൾ പരിചയമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ? അല്ല, സിനിമകളിൽ കൂടി അദ്ദേഹം എഴുതുന്ന കാര്യങ്ങളും സംവിധാനം ചെയ്യുന്നതും ഇതൊക്കെ സിനിമയായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇതൊന്നും അല്ലാത്തൊരു ശ്രീനിവാസൻ വേറെയുണ്ട്. അല്ല, അത് ഇപ്പോൾ സിനിമയിലൊന്നും പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് സംസാരിക്കുകയും അപ്പോൾ നമുക്ക് അയാളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക, അദ്ദേഹത്തിന് എന്നെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക, അതൊക്കെ സിനിമയിൽ കാണിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പം ഇദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇങ്ങനെയുള്ള സിനിമകളെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ശ്രീനിവാസൻ ഇല്ല എന്നുള്ളതാണ്.
നമുക്കൊക്കെ ഓരോരുത്തരെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളാണ്. ഇന്ന ആൾ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാൾ അത് പറഞ്ഞതിൽ തെറ്റില്ല, അയാൾക്കത് അറിയാം നമുക്ക് തോന്നും. അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നത് പറഞ്ഞു, അയാൾ അത് പറയില്ലോ, ആരോ പറഞ്ഞു കൊടുത്തതാണല്ലോ എന്ന് നമുക്ക് തോന്നാം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. ഇത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ച് കൊണ്ടുവന്നതോ, മനസ്സിലായില്ലേ? നമ്മളുടെ ജീവിതത്തിൽ പറയുന്ന പല കാര്യങ്ങൾ ഇപ്പം ഇദ്ദേഹത്തിനായിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഇദ്ദേഹം പറയുന്ന ചില മുട്ടുത്തരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് തന്നെ കാണാം. ഇദ്ദേഹത്തിൻ്റെ പല കൗണ്ടർ അതിന് ഭയങ്കര ചിരിയും നർമ്മമുണ്ട്, അതുപോലെ തന്നെ ചിന്തിക്കാനുണ്ട്. അപ്പം നമുക്ക് തോന്നുന്നത് ആ ഉത്തരം തന്നെ മതി എന്ന് തോന്നുന്ന രീതിയിലുള്ള. സലിംകുമാർ കവിത ചൊല്ലാമെന്ന് പറയുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടാൻ പോകും പടത്തിൽ. അപ്പോൾ സൈഡിൽ നിന്ന് മാമുക്ക വരുന്നുണ്ട്, സുനാമി വന്നിട്ട് പോലും നമ്മൾ പിടിച്ചു നിന്നിട്ടില്ല, അവിടെ ഇരിക്കണം. അതെ, അങ്ങനെ കുറെ ആളുകളില്ലേ. ഇതിൽ വളരെയധികം ജനങ്ങൾ ഇളകിച്ചിരിക്കുന്ന ഒരു സീൻ കണ്ടത്, എങ്ങനെയെങ്കിലും സിനിമയിൽ പാട്ട് എഴുതണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ് സലിംകുമാർ. അദ്ദേഹത്തോട് ഇന്നസെന്റ് ഏട്ടൻ പറയുന്നില്ലല്ലോ, ഇത്ര പാട്ട് കയ്യിലുണ്ട്, ഒരു 5-6 പാട്ട് കാണും. 5-6 പാട്ട് ഉണ്ടാവില്ല, ഒരു 500 പാട്ടെങ്കിലും. വയലാർ രാമവർമ്മയൊക്കെ ഒരു ലൈഫ് ടൈമിൽ എഴുതിയ പാട്ട് ഒറ്റ രാത്രി കൊണ്ട് എഴുതിയിട്ടാണ്. അതില് രണ്ടാൾക്കാരുടെ ബുദ്ധിയില്ലായ്മ തെളിയുന്നത്. ഒന്ന് എന്റെയും തെളിഞ്ഞു, ഒന്ന് അയാളുടെയും തെളിഞ്ഞു. അയാളോട് തന്നെ സമ്മതിക്കുകയാണ്, ഞാൻ ഈ നിമിഷം മുതൽ 500 പാട്ടുകൾ എഴുതി തുടങ്ങുകയാണ്. അതുപോലെ ഞാനൊരു ഷോട്ടില് ഇയാള് എന്നെ പറ്റി പുകഴ്ത്തി പാടിട്ടുണ്ട് ഇയാള്. വലിയ ഓർമ്മയുണ്ടോ? വലിയ ഓർമ്മയില്ല. അപ്പൊ എന്നെ പുകഴ്ത്തി പാടുമ്പോൾ ഞാൻ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന കോട്ടയം നസീറിനോട് പറയാം, ആൾ തിരക്കേടില്ലല്ലോ എന്ന് പറയുന്നത് എനിക്കിഷ്ടായി. കാരണം എന്നെ പറ്റി ഇന്ന് വരെ ഒരാളും ഇങ്ങനെ ഒരുപാട് പേര് പല ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്കഥ എഴുതുമ്പോഴുള്ള ഒരു പൂർണ്ണമായ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് പടത്തിൽ എൻ്റെ മനസ്സിലേക്ക്. ക്ലൈമാക്സിൽ മമ്മൂക്ക പ്രസംഗിക്കുമ്പോൾ ഗ്രാവിറ്റി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലും ആപ്പിള് താഴെ വീഴുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഇന്നസെന്റ് ലുക്കുണ്ട്. ആപ്പിളോ ഗ്രാവിറ്റിയോ? അതെ, സിനിമ കണ്ടു തിയേറ്ററിൽ ഇരുന്ന് കണ്ടവർ പറയുന്നത് ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയ സീൻ. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആപ്പിള് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കറക്റ്റ് പഠിച്ചവനെ പിടിയിട്ടുള്ളൂ. ഇയാൾക്ക് പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും ആ ഷർട്ടും ആ മീശയും കണ്ണാടി മാത്രമേ ഇയാൾക്കുള്ളൂ. എന്തിനാണ് ആപ്പിള് താഴെ ഇയാളെ എന്താ പറഞ്ഞത് എന്നുള്ളത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാനും ചിരിക്കുന്നുണ്ട്, പിന്നെ ആ ശരിയെന്ന് മനസ്സിലാവുന്നുണ്ട്. ഗ്രാവിറ്റിക്ക് കുറെ അറിയാം, കുറെ കേട്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ശ്രീനേട്ട ഈ പടത്തിൽ കുറിച്ച് പറയേണ്ടത് മമ്മൂക്കയുടെ ഒരു പ്രസൻസ് ഈ പടത്തിൽ. ശരിക്കും 6-7 സീനുകളിൽ അദ്ദേഹം വരണുള്ളൂവെങ്കിലും ഫസ്റ്റ് ടു ലാസ്റ്റ് ഉടനീളം അദ്ദേഹം എന്ന് പറയുന്നൊരു ബിന്ദു നിൽക്കുന്നുണ്ട് ത്രൂ ഔട്ട്. എസ്പെഷ്യലി എൻ്റെ ക്ലൈമാക്സിലൊക്കെ ഞാൻ ആലോചിച്ചു, മറ്റാരെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യല്ല എങ്കിലും ഇത് വേറെ ആരെങ്കിലും ചെയ്താൽ നിൽക്കുമായിരുന്നു എന്ന് പോലും തോന്നിപ്പോകുന്നു. അത്ര മനോഹരമായിട്ട്. എന്ത് തോന്നുന്നു ശ്രീനേട്ടന് എഴുതി വെച്ചത്? തീർച്ചയായിട്ടും ഈ കഥ ഉണ്ടായത് തന്നെ ആ മമ്മൂട്ടിയുടെ ആ സീനിൽ നിന്നാണ്. ഏത് ക്ലൈമാക്സിൽ? അതെ, അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊരു സിനിമയാക്കാനുള്ള ഒരു പോയിന്റ് അതിലുണ്ടെന്നും അത് എൻ്റെ ഒരു മനസ്സിലൊരു വികാരമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ എന്തെങ്കിലും കഥകൾ പിന്നെ തൽക്കാലം ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ടൊരു കഥ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് പരിപാടിയോട് നമുക്ക് താല്പര്യമില്ല. പല നിർബന്ധങ്ങൾക്കും വഴങ്ങിയിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്തു പോയിട്ടൊക്കെ ഉണ്ട് മറ്റു പലർക്കും വേണ്ടി. പക്ഷെ കുറേ നാളുകളായിട്ട് അങ്ങനെ ഇല്ല. കാരണം നമുക്കും കൂടി ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണം. അപ്പം നമ്മളെ മനസ്സിനെ സ്പർശിച്ച ആ ഒരു കാര്യം പലരുമായിട്ടും നമ്മളെപ്പോലെ ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞ പുറകിലേക്ക് ചിന്തിച്ചിട്ടാണ് കഥ ഉണ്ടാക്കിയത്. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ ആ സംഗതി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സീനിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ. അതെ അതെ, ഇതിൻ്റെ എങ്ങനെ പടം തീർക്കും എന്നുള്ളതാണ് ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം. അത് കിട്ടിയത് കൊണ്ടാണ് ഇതൊരു കഥയായത്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കഥ. ഷൂട്ടിങ്ങിന് മുമ്പ് പറഞ്ഞു. ഷൂട്ടിങ്ങിന് മുമ്പ് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല. ഷൂട്ടിങ് നടക്കുന്നതിനിടയിൽ പിന്നെ ഇത് വിശദമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചില
നവരസങ്ങൾ, ചില നവരസങ്ങളൊക്കെ ഉണ്ടൊക്കെ ഞാൻ കണ്ടു. നമ്മൾ അതൊക്കെ ഉണ്ടോന്ന് അറിയാനും കൂടിയിട്ടാണ് ഒരു കഥ പറയുന്നത്. ഒരു തമാശ പറയുമ്പോ തന്നെ ഇതിൽ ആരൊക്കെ ചിരിക്കുന്നുണ്ടെന്ന് നോക്കും. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ തമാശ കൊള്ളാം, നാച്ചുറൽ ആയിട്ട് ആരൊക്കെ ചിരിക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ ചില ആൾക്കാർ വെറുതെ ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ശ്രീനിവാസൻ ഈ സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അത്. പിന്നെ അതിന് വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരാള് കളക്ടറായി, അയാൾ അല്ലെങ്കിൽ മറ്റേ IG ആയി, ഇതൊക്കെ ആണെങ്കിലും ഏവനും ഒരു കുട്ടിക്കാലുണ്ട്. ആ കുട്ടിക്കാലത്ത് കണ്ട് പരിചയപ്പെട്ട പലരും ചിലപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ സിമെന്റ് തലയിൽ ചോന്ന് നടക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ പണികളിലെത്തിയിട്ടുണ്ടാവും. പക്ഷെ അന്നൊക്കെ അയാളായിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കപ്പലണ്ടി മിഠായിയും തിരി അവലും ബെല്ലോ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടാവാം. മനസ്സിലായോ? പിന്നീട് അവരെ ഒന്നും ഒരിക്കലും കാണുന്നില്ല. അവൻ എവിടെ പോയി, ഇവൻ എവിടെ പോയി, അതൊക്കെ ഇടയ്ക്ക് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാർ തന്നെയാണ് നമ്മുടെ ആളുകൾ മുഴുവനും. പിന്നെ തെരഞ്ഞു പോവാനായിട്ടുള്ളൊരു ഭയം ആളുകളിൽ കൂടുതലുള്ളതിന്റെ കാരണം അങ്ങനെ തെരഞ്ഞു പോയി അവൻ വല്ല കാശ് ചോദിക്കുമെന്ന് പേടിച്ചിട്ടാണ്. പക്ഷെ അവന്റെ ഉള്ളിലൊരു മനസ്സുണ്ട്, ഇവരൊക്കെ കാണണമെന്നും അവനൊക്കെ നല്ലത് വരണമെന്നും ഉണ്ടാവും, ആർക്കെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതിനകത്ത് വലിയൊരു സംഭവമാണ്. ഈ പടം കാണാതിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവനും ഉള്ള ഒരു കാര്യം, ഈ അശോകരാജ് എന്ന് പറയുന്ന ആൾ എന്തിനാണ് കരയുന്നത്? അയാൾക്ക് ഇത്രയും സമ്പത്തും സ്വത്തും കാര്യങ്ങളും പ്രസിദ്ധിയും എല്ലാം ഉണ്ടായിട്ടും അയാൾ ഏതോ ഒരുത്തനെ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായി കണ്ട ഒരുത്തിനെ പറ്റിയിട്ട് അയാൾ പറയാനുള്ള കാരണം കുട്ടികളുടെ ഒരു സ്കൂളിൽ വന്ന് പ്രസംഗിക്കുന്നതുകൊണ്ടാണ്. ഇവരൊക്കെ വളർന്നു വലുതാവുകയും അതുപോലെ തന്നെ അവർക്കും അതുപോലുള്ള ഓർമ്മകൾ ഉണ്ടാവും. നമ്മുടെ ആളുകളൊക്കെ പഠിച്ചവരും ഇവരൊക്കെ തന്നെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതാണ് കാര്യം. അതുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒരു അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും വേണ്ട സിനിമയ്ക്ക്. ഇതിൽ ബാർബർ ബാലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കറങ്ങുന്ന കസേരയില്ല, ഒരു കത്രികയില്ല. പക്ഷെ ആ ഒരു നിസ്സാര വിഷമേ ഉള്ളൂ പറയുമ്പോൾ 10-15,000 രൂപയുടെ കാര്യമുള്ളൂ. പക്ഷെ ആ 15,000 രൂപ എന്നുള്ള ആ ഒരു ഫീൽ ശരിക്കും ജനങ്ങളുടെ ഉള്ളിലേക്ക് എടുത്തു. ഞാൻ പടം കണ്ട ഒരാളെന്ന രീതിയിൽ പറയാം, ശരിക്കും ആ ഓഡിയൻസ് എല്ലാവരും എടുത്തു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സക്സസ് ആയെന്നാണ് എൻ്റെ അഭിപ്രായം. നിസ്സാര കാര്യങ്ങളല്ലേ പറയുന്നത്. അവസാനം മമ്മൂക്ക പറയുന്നു ബാലൻ്റെ മകൻ എന്ന് പറയുന്ന ഡയലോഗിൽ പലരും കരഞ്ഞു. ഇന്നസെൻ്റ് ഏട്ടൻ്റെ ശ്രീനിയേട്ടൻ്റെ കണ്ടിട്ടുള്ള പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇതാണോ? അല്ല, ശ്രീനിവാസൻ്റെ പല സിനിമകളിലുള്ള പൊന്മുട്ടയിടുന്ന താറാവുണ്ട്, ഞാൻ അഭിനയിച്ച സിനിമകൾ. പിന്നെ ഏതാണ്? മിഥുനം, വടക്ക് നോക്കി യന്ത്രം, അതിനകത്ത് ചിന്താവിഷ്ട ശ്യാമള, അതിലൊക്കെ ഒരു പ്രത്യേകതരം ക്യാരക്ടർ നമുക്ക് ഉണ്ട്. ഇപ്പോൾ വടക്ക് നോക്കിയ യന്ത്രം, ചിന്താവിഷ്ട ശ്യാമള ഇപ്പോഴും TV-യിലൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ ജാതി ഒരു പത്രക്കാരനാണോ ഞാൻ തോന്നിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിപ്പോൾ എന്തുകൊണ്ടാണ് കുറേ കാര്യങ്ങളിൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രീനിവാസന് അറിയാവുന്നത് കൊണ്ടുള്ള ഒരു എഴുത്തും കൂടെ അതിൻ്റെ പിന്നിൽ ഉണ്ട്. ശ്രീനിയുടെ പടം വരയ്ക്കുമോ? വരയ്ക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോൾ യേശുദാസൻ സാറിനൊക്കെ പറയുന്ന പോലെ വലിയൊരു സറ്റയർ, വലിയ കാരിക്കേച്ചേഴ്സ് ഒക്കെ വരയ്ക്കാമായിരുന്നു. കാരണം എത്ര മനോഹരമായിട്ട് ആ സറ്റയർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓരോ ഡയലോഗിലും ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന നാലാൾക്കാർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഓടുന്ന തെരുവിൽ നിന്നിട്ട് മറ്റവർ പ്രസംഗിക്കുക, കർത്താവിൽ വിശ്വസിക്കുവാൻ എന്നിട്ട് അവിടെ ആളെ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു 3-4 പേരെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഒരു സീനാണത്. അതിന് കിടക്കാണ് ഒരു പശ്ചാത്തലമായിട്ട് വരിങ്ങനെ. ഞാൻ തിയേറ്ററിലേക്കൊക്കെ വിളിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു തിയേറ്റർ നമ്മൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം സിനിമ കാണാൻ വേണ്ടി പോകാറില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിനിമയുടെ കളിക്കുന്ന തിയേറ്ററിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് ചോദിക്കും പടം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. നമ്മൾ പടം എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ അയാൾ പറയും പടം തിരക്കില്ല, നന്നായിട്ടുണ്ട്. അതല്ല ചിലപ്പോൾ ചില സിനിമകൾ ചോദിക്കുമ്പോൾ അയാൾ പറയും പാടം വളരെ മോശം, ഇവിടെ ആളൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ക്യാൻറ്റീൻ നടത്തുന്ന ആളുണ്ട് അവിടെ തിയേറ്ററിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ അയാളെ വിളിച്ച് ചോദിക്കും, അയാൾ നമ്മുടെ പരിചയക്കാരൻ. ഞാൻ പടം എങ്ങനെയുണ്ട്? അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇവിടെ നല്ല ചിലവുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല, ഇവിടെ നല്ല ചിലവുണ്ട്, അപ്പോൾ നല്ല ആളുണ്ട് എന്നുള്ള അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ പടത്തിനെ പറ്റിയിട്ടല്ല പറയുന്നത് കേട്ടോ, ഞാൻ ഈ പറയുന്നത് ഈ പടത്തിനെ പറ്റിയിട്ടല്ല. സാധാരണ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില പടങ്ങൾ നമ്മൾ അഭിനയിച്ച പടങ്ങളോ ആണെങ്കിലും നമുക്ക് എന്തായാലും ഈ പടമായാലും ഏത് പടവും വിജയിക്കണം തന്നെയാണ് ഏത് നടനും താല്പര്യം.
അപ്പോൾ ആ ക്യാൻറ്റീൻകാരൻ എന്നോട് പറയും ഇവിടെ നല്ല ആളുണ്ട് തിരക്കിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇയാൾ തിയേറ്ററിൻ്റെ ഉടമസ്ഥ അങ്ങനെയല്ലോ പറഞ്ഞത്, തിയേറ്ററിൽ ആളില്ല എന്ന് പറഞ്ഞു. അയാൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് തിയേറ്ററിൻ്റെ അകത്തേക്ക് ആൾക്കാർ പോകും, പടം തുടങ്ങിയാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും നമുക്ക് പുറത്ത് പോയി ചായ കുടിക്കാത്തത്. അപ്പോൾ ചായ കുടിക്കുന്നു, വട കഴിക്കുന്നു, കുട്ടികൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു, പിന്നെ ബോറടിക്കുമ്പോൾ വീണ്ടും അകത്തേക്ക് പോകും, പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും. അപ്പോൾ ക്യാൻറ്റീനിൽ നല്ല കച്ചവടമാണ്. അയാൾക്ക് അകത്തിരുന്ന കുഴപ്പമാണേ. അപ്പോൾ അയാൾ ഇവിടെ വരിക കഴിക്കുക. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയണത് ഇപ്പോഴും പറയണത് അങ്ങനെ വല്ലാണ്ട് ഓടുന്ന പടം താല്പര്യമില്ലായിരുന്നു. ഓടുന്ന പടം ഉണ്ടായാലുള്ള കുഴപ്പം ഇൻ്റർവെല്ലൊക്കെ വന്ന് ഒരു സർവത്തോ സോഡയോ കുടിച്ചിട്ട് ഇവൻ അകത്തേക്ക് ഓടുകയാണ്. കാരണം എന്താ ഇനി ഉണ്ടാവാൻ പോണേന്നുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ പടം അങ്ങനെ അവർക്ക് നഷ്ടം വരാൻ വിരോധമില്ല. ആർക്ക്? ഈ ക്യാൻറ്റീനൊക്കെ നടത്തുന്നവർക്ക് നല്ല പടമായി കഴിഞ്ഞാൽ കുഴപ്പമാണ്. ചില പടങ്ങളൊക്കെ ചില സംവിധായകന്മാരെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓ അയാളുടെ ഒരു പടം വരുന്നുണ്ട്, ഇതിൽ കുറച്ച് കാശ് അടിക്കാം. ആർക്ക്? ആ മോശം ഈ ക്യാൻറ്റീൻകാരന് കാശ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ക്യാൻറ്റീൻകാരൻ്റെ കാര്യത്തിനും ദുഃഖമുണ്ട്, തിയേറ്ററുകാരൻ്റെ കാര്യത്തിലും ദുഃഖമുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പം ഈ പടം നന്നായിട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഇതിൽ നേരം പോക്കി ഞാൻ പറഞ്ഞെന്നുള്ളൂ. സാധാരണ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും കണ്ട ചില ആൾക്കാർ നമ്മൾ വിളിച്ച് പറയും. അപ്പോൾ അവർ വിളിച്ച് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് പറയും. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കാര്യം പറയും, പെട്ടെന്നൊരു സിനിമ മോശമായാൽ അതിലത്തെ ഹീറോ അറിയാറില്ല. കാരണം ആ ഹീറോയോട് കൂടി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ മുഴുവൻ പറയും പടം എങ്ങനെയുണ്ട്, അയാൾ അസലായിട്ടുണ്ട് അയാളാണ് ഏറ്റവും അവസാനം അറിയുക. ഇതിൽ മെയിനായിട്ട് അഭിനയിച്ച ആളുണ്ടല്ലോ, അയാളാണ് അവസാനം അറിയുക ഈ പടം പൊളിഞ്ഞു എന്നുള്ളത്. ജഗതി ചേട്ടൻ ശരിക്കും ഒറ്റ സീനിലേ ഉള്ളൂ, പക്ഷെ ഉള്ള സീൻ വൃത്തിയായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഒരു വലിയ പ്രസൻസ്. ശരിക്കും പറഞ്ഞാൽ കഥയിൽ ശരിക്കും ആളുകൾ കഥ അങ്ങോട്ട് ആവാഹിച്ചെടുത്തപ്പോൾ ആ കാര്യമൊക്കെ മറന്നു പോയി. പടം കഴിഞ്ഞപ്പോൾ ഓർത്തു ജഗതി ചേട്ടൻ ഒരു സീനിലേ ഉണ്ടായിരുന്നുള്ളൂല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ ആ ഒരു അപരിചിതനായ ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളെ ആ റോളിൽ വേണ്ട എന്നുള്ളൊരു ആലോചന കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങിന് ആ പ്രദേശത്തൂടെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ചെയ്തിട്ട് പോയതാണ്. അത്രയും സമയം ഉണ്ടായിരുന്നു. ശ്രീനേട്ട ഈ പടം കണ്ട് ധാരാളം ആളുകൾ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടാവും. അപ്പൊ അങ്ങനെ കിട്ടിയതിൽ റിപ്പോർട്ടിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു പ്രതികരണം എന്താണ്? പ്രതികരണം പല രീതിയിൽ ഉണ്ട്. പറയാൻ പ്രധാന കഥാപാത്രമായിട്ടുള്ള ബാർബർ ബാലൻ എന്ന് പറയുന്ന ആള് ആദ്യം മുതൽ അവസാനം വരെ അയാളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന ഒരു സ്വഭാവമുണ്ട് ബാലന്. അത് ഒരു സീനിൽ ബാലൻ ഇങ്ങനെയാണ്, ബാലൻ സത്യസന്ധനാണ്, ബാലൻ നല്ലവനാണ്, ബാലൻ മഹാനാണ് എന്നങ്ങനെ പറഞ്ഞു പോവുകയല്ല. വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അയാളുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ കാര്യം എന്ന് പറയുന്നത് ഇയാൾ വളരെ ഹോണസ്റ്റ് ആണെന്നുള്ളതാണ്. ആ ഹോണസ്റ്റി ആണ് ഈ കഥാപാത്രത്തെ ഈ രീതിയിൽ പിന്നെ വിജയിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിന് ഉള്ള ഒരു വിഷമം അല്ലെങ്കിൽ ദുരിതത്തിൽ നിന്ന് അയാൾ ഒന്ന് കരകയറുന്നത്, അയാളുടെ അല്പമെങ്കിലും ഒരു കള്ളത്തരമോ എന്തെങ്കിലും ഇപ്പം ചിന്താവിഷ്ടയ ശ്യാമളയിലെ വിജയ മാഷ്കുള്ള പോലെയുള്ള കള്ളത്തരങ്ങൾ പോലും ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിൽ അത് ഏൽക്കുകയില്ലായിരുന്നു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ ഹോണസ്റ്റാന്ന് പറയാൻ കാരണം 15,000 രൂപയുടെ ഒരു കസേര വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞൊരു 1000 രൂപ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കില്ലേ? ഇതിന് അപ്പം ചേട്ടൻ ചോദിക്കുമല്ലോ, ഇതിനാണോ നീ എന്നെ അന്വേഷിച്ചു വന്നത് എന്ന് ചോദിക്കും. എന്ന് പറയുന്ന പോലെ അത്രയും സത്യസന്ധനാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. ഈ ഒരു ബാർബർ ബാലൻ എന്ന് പറഞ്ഞ കഥാപാത്രം എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരാളാണോ? പലരിൽ നിന്ന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് ഇയാളെ ആരാണ് എന്ന് ആരും ആവേണ്ട കാര്യമൊന്നുമില്ല. ഈ കഥയിൽ ഇയാളുടെ റോൾ എന്താണെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതില്ലാതെ നമ്മളിപ്പം ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് ഒരു ബാർബർ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി ഇയാൾ എന്തൊക്കെ ചെയ്യുന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ലോകത്തുള്ള എല്ലാവരും ഒരു ബാർബറുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുടി വെട്ടാത്ത സന്യാസിമാരുടെ കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഒരുപാട് 10,000 ബാർബർമാരുണ്ട്. അവർക്കൊക്കെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ബാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാർബർ ഷാപ്പ് ഒരു വിജ്ഞാന കേന്ദ്രമാണ്. കാരണം ആളുകളെ
വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവിടെ മാഗസീൻസും എല്ലാ പത്രങ്ങളും, അപ്പോൾ അന്തർദേശീയ തലത്തിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ ഈ ബാർബർ വലിയൊരു അറിവുള്ള ആളായിട്ട് മാറും. പല ആൾക്കാരുടെ വ്യൂ പോയിന്റ്സും അയാൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ബാർബർ ഈ കാശ്മീർ പാകിസ്ഥാൻ കൊടുത്തതാ 2-3 പ്രാവശ്യം. ചർച്ച ചെയ്ത് ഇതങ്ങോട്ട് കൊടുത്താൽ പ്രശ്നം തീർന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാണ് കൊടുക്കാൻ പറഞ്ഞു. വഴക്ക് വേണ്ടല്ലോ ആരായിട്ട്. അയാൾക്ക് കാര്യം മനസ്സിലായി. അല്ല അവിടെ ഈ പറഞ്ഞ പോലെ കറക്റ്റാ. അവിടെ ഇരുന്ന് അവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും അവിടെ മാഗസീൻസുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ മാഗസീൻസും കാര്യം IAS കാരനും കള്ളനും പോലീസുകാരനും ഒക്കെ ഇത് ബാർബർ ഷോപ്പിൽ വന്നല്ലേ കണക്ഷൻ അല്ലേ. ഈ സിനിമ കഴിഞ്ഞിട്ട് മമ്മൂക്കയെ വിളിച്ചായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ അതായത് പുള്ളി വളരെ സന്തോഷത്തോടു കൂടി പുള്ളി മദ്രാശിയിൽ നിന്ന് ഇതിൻ്റെ ഭാഗങ്ങളും പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പം ആ പ്രീവ്യൂ ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് കുന്നംകുളത്തുള്ള ഒരു തിയേറ്ററിൽ ആദ്യത്തെ നൂൺ ഷോ എന്ന് പറയുന്നത് മുഴുവനായിട്ട് തിയേറ്ററിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. മാറ്റ്നി എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ കഷ്ടിച്ച് അങ്ങോട്ട് ഫുള്ളായി. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്. പിന്നെ ഫസ്റ്റ് ഷോ ആയപ്പോഴേക്ക് ആളുകൾ മടങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. സെക്കൻഡ് ഷോയ്ക്ക് പോലീസ് അതായിരുന്നു. അപ്പോൾ ഗ്രാജുവലി ഉള്ള അത് പുള്ളി എന്നോട് പറഞ്ഞാണ്. അപ്പം ഒരു സിനിമ ഒരു ഷോ കഴിയുമ്പോഴേക്കും ആളുകളുടെ പ്രതികരണം വളരെ പിന്നെ ഉറക്കെ ആളുകൾ അറിയും. തീർച്ചയായിട്ടും ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരോട് പോയി പണി നോക്കാനും ഒക്കെ പറയും അവർ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പണം കണ്ടു കഴിഞ്ഞ് വന്ന ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെ അടിക്കാൻ പോകണമെന്നുണ്ട്. ഇതൊക്കെ പടം കാണുമല്ലേ എന്ന് ചോദിച്ചിട്ട് ചില പടത്തിന് ടിക്കറ്റ് എടുത്തിട്ട് അവിടം വരെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു തവണ വേറൊരിടത്തിന് ആ ടിക്കറ്റ് വിൽക്കണ ഒരാൾ പോലീസ് പിടിച്ചോനെ ചോദിച്ചപ്പോൾ എന്താ അറിയോ, അയാൾ ആൾക്കാർ പറഞ്ഞു തിയേറ്ററിൽ പോകണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ബ്ലാക്ക് ടിക്കറ്റ് വിൽക്കുന്ന ആളൊന്നല്ല, ഞാൻ ഈ പടത്തിന് പോകണ്ടെന്ന് വെച്ചിട്ട് ചിലവായ കാശ് തന്നാൽ മതി, എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയുന്നത് അതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പം ഈ പടം വിജയിച്ചു, അപ്പം എനിക്ക് അങ്ങനെ ഒരു സംബന്ധിച്ച് ചോദ്യം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇത് വിജയിച്ചു എനിക്ക് സന്തോഷമുണ്ടോ ദുഃഖമുണ്ടോ അങ്ങനെ ചോദ്യം ഉണ്ടാവില്ലേ? സന്തോഷമുണ്ട് ഒപ്പം ദുഃഖവും. അല്ലെ ഇവർക്ക് കാശ് കിട്ടില്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ നമുക്ക്. നമ്മുടെ കൂടെ നമ്മൾ അറിയുന്ന ആളുകൾക്ക് കാശ് കിട്ടുന്നു. മറ്റു നിർമ്മാതാക്കൾ നമ്മളധികം പരിചയമില്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകട്ടെ. ഇത് കൂടിയിരുന്ന് ഒരുമിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മളെ അടുത്ത് കാശ് വരുമ്പോൾ ഇവരെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. കാശ് കയ്യിലുണ്ടെങ്കിൽ അവിടെ ഇരിക്കും എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. ഞാനാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അനുസരിക്കുന്ന ഒരാളാണ്. കാരണം എന്തെങ്കിലും ഇവരുടെ 2 രൂപ കിട്ടും വിചാരിച്ചിട്ട് ഇവരുടെ ഒന്നും കിട്ടില്ല എന്നുള്ളത് നമുക്ക് നല്ല ഉറപ്പാ. ഇന്ന് ക്രിസ്മസ് കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രിസ്മസ് അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്ക ചിലർ ചോദിക്കണം ഇങ്ങനെ ക്രിസ്മസിന് പുതിയതായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്. പുതിയതായിട്ട് പറയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ഔസേപ്പ് മാതാവ് മറിയാണ്. അവർ 2 പേരും അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ബത്ലഹേമിൽ പുൽക്കൂട്ടിലാണ് ക്രിസ്തു ജനിച്ചത്, ഉണ്ണീശോ. അത് നമുക്ക് കൈലാസത്തിലാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പുതുമ വേണമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യം ഇതൊക്കെ അങ്ങനെ തന്നെയായിട്ട് വേണ്ടിയിരുന്നോട്ടെ, അതൊക്കെ തന്നെ. പക്ഷേ ഒരു ക്രിസ്മസ് എന്ന് പറയുന്നതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞേ പലപ്പോഴും ഇപ്പം ക്രിസ്മസൊക്കെ ഞാൻ വീട്ടിലൊക്കെ ആഘോഷിക്കാറുണ്ട്. പണ്ടൊക്കെ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ജീവനാണ്. ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും. ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത് പന്ത് കളിയൊക്കെ ഞങ്ങൾ ചില ഗ്രാമങ്ങളൊക്കെ ആയിട്ടുള്ള പന്ത് കളികളുണ്ട്. പന്ത് കളിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ മദ്രാസിൽ ഞാൻ തങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി 10-33 വർഷം മുമ്പ് മദ്രാസിൽ തങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അന്ന് അവിടെ ആ ഉമാ ലോഡ്ജ് എന്ന് പറയുന്നതിൻ്റെ ചുറ്റുവട്ടത്തും കുറേ ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്. അവരുടെ വീടുകളിലൊക്കെ നക്ഷത്രമൊക്കെ തെളിയുമ്പോൾ ഞാൻ ഈ നക്ഷത്രമൊക്കെ നോക്കിയിട്ട് കണ്ണുനീർ തൂകുകയായിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ നാട്ടിൽ പോകാനുള്ള പൈസയില്ല. നാട്ടിൽ പോകണം എന്ന് പറഞ്ഞ് പൈസ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ അയച്ചു തരും. പക്ഷെ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞയക്കില്ല. മനസ്സിലായി? അപ്പം അവിടെ നിൽക്കുക. അങ്ങനെ ഒരുപാട് എന്താ പറയുക
ദുഃഖമായിട്ടുള്ള ക്രിസ്മസുകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, മകനുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് അങ്ങനെ നീങ്ങുന്നു. എല്ലാവർക്കും ഈ ക്രിസ്മസ് ആശംസയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിലയുള്ള കാര്യമല്ല. ക്യാഷ് ഒന്നല്ലല്ലോ കൊടുക്കണത്. ഓണാശംസകൾ, ക്രിസ്മസ് ആശംസ. അപ്പോൾ വലിയ ആളുകൾ അവരെ പോലും സാധാരണ ഒരാൾ തന്നെയാണ് നമ്മൾ, അല്ലേ? അതെ. പിന്നെ അപ്പം നമ്മളും ഈ പറഞ്ഞതുപോലെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിൽ തൂക്കുന്ന ഒരു ഏർപ്പാട്, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അത് എല്ലാ വിധത്തിലുള്ള ആളുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മളും ബഹുമാനിക്കണം എന്നുള്ള വിചാരത്തിൽ നമ്മളതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ഏരിയയിൽ, ഞാൻ താമസിക്കുന്ന നാട്ടിലുള്ള ഏരിയയിൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ അങ്ങനെ ആ രീതിയിൽ നടത്തുന്ന രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ സമൂഹമില്ല. അതുകൊണ്ട് അതൊന്നും പങ്കെടുക്കാനും കാണാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. അതെ. ഇപ്പൊ കരോൾ എന്നൊക്കെ പറയുന്നത് ഒന്നും വീടുകളിലൊന്നും ഇല്ല ചെന്നിട്ടുണ്ടാവില്ല. ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. കുറേ വഴി പോകുമ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ഒരു സ്റ്റാർ ഉണ്ടാവും. അതാണ് എൻ്റെ കാര്യം. അതാണ് ഈ സ്റ്റാർ. നേരത്തെ ചോദിക്കാൻ മറന്നുപോയതാ. കലാസൃഷ്ടികൾ സമൂഹത്തിൽ ഒന്നും സ്വാധീനിച്ചിട്ടില്ല എന്ന് ഒരു ഡയലോഗ് ഈ പടത്തിൽ കേട്ടായിരുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കലാസൃഷ്ടികൾ അത്രയൊന്നും എന്നാണ് ആ വാക്ക് എന്നുള്ളത് ശ്രദ്ധിക്കണം. അത്രയൊന്നും സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുതന്നെയാണ് അതിന് വിശദീകരണം അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലേ, വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിതയിൽ കുഞ്ഞ് മരിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ പൂങ്കുല നുള്ളിയ കുഞ്ഞിനെ ശാസിച്ചതോർത്ത് അമ്മ വളരെ അസ്വസ്ഥയാവുണ്ടായി. പക്ഷേ ആ കാവ്യം വായിച്ച് അസ്വസ്ഥരായ മലയാളികൾ പിന്നീട് പൂങ്കുല നുള്ളിയ കുഞ്ഞുങ്ങളെ തല്ലാതിരുന്നിട്ടില്ല. അത്രയുള്ളൂ അതിൻ്റെ വിശദീകരണം. വൈലോപ്പള്ളി എഴുതിയതുകൊണ്ട് തല്ലാതിരുന്നിട്ടില്ല. ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ ഹെഡ് മാഷായിരുന്നു. അതെ. ഇതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്. മാമ്പഴം, ആദ്യത്തെ പഴം വീഴുക, അമ്മ തന്നെ. നമ്മളങ്ങനെ വീട്ടിലല്ല, പുറത്തുള്ള എറിഞ്ഞു വീഴ്ത്തുള്ള പരിപാടിയുള്ളൂ. വീട്ടിലെറിഞ്ഞാൽ തല്ലുള്ളൂ. അപ്പോൾ എന്തായാലും ഒത്തിരി വിശേഷങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞു. കൈരളി TV പ്രേക്ഷകർക്ക് സാധാരണ നമ്മൾ ക്രിസ്മസ് ആശംസകളൊക്കെ പറയാറുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു ആശംസ പറഞ്ഞിട്ട് എന്താ കാര്യം? തീർച്ചയായിട്ടും TV കൂടെ ആണെങ്കിലും നിങ്ങളിലേക്ക് വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുടെ ഒരു അംഗം പോലെ നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടും അതുപോലെ എനിക്കും തോന്നുന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അതിനോടൊപ്പം തന്നെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. കൈരളി TV പ്രേക്ഷകർക്ക് ലൂമിയർ ഫിലിം കമ്പനിയുടെ പേരിൽ ഞങ്ങളുടെ ആദ്യത്തെ സിനിമ കഥ പറയുമ്പോൾ ഹൃദയംഗമായ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.